പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസം 24 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ശത്രു നിന്റെ മേൽ കൊണ്ടുവച്ചിരിക്കുന്ന ഭാരങ്ങളെ നീക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവർ ഈ വചന ശബ്ദത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. ഈ വാക്യത്തിനകത്ത് വ്യക്തമായി ദൈവം നമ്മോട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ദൈനംദിന ജീവിതത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നവരുണ്ടാകാം. എന്നാൽ അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ഭാരം ചുമക്കുന്നവർ. ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, ശത്രു നിന്റെ മേളിൽ വലിയ ഭാരങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിനെ യേശുവിനെ നീക്കാൻ കഴിയും. ഒറ്റ കാര്യമാണ് അതിനകത്തുള്ളത്, നാം ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ്. നാം ദൈവത്തോട് പറ്റി നിൽക്കാൻ കഴിയുമെങ്കിൽ 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തോട് അടുത്തു വരുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ വിടുതൽ കാണാൻ തുടങ്ങും. അവന്റെ ഭാരം ദൈവം എടുത്തു മാറ്റുന്നത് കാണാൻ കഴിയും. യായിറോസിന്റെ കൂടെ യേശു തന്റെ വിഷയത്തെ പരിഹരിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ തന്റെ മുമ്പിൽ വലിയ ഭാരമാണ് വെളിപ്പെട്ടത്. എല്ലാം അവസാനിച്ചു എന്നുള്ളത്. എന്നാൽ യേശു യായിറോസിന്റെ പ്രതിസന്ധിയെ അത്ഭുതമാക്കുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചിന്തിക്കുന്ന ഓരോ ദൈവമക്കളും തീരുമാനമെടുക്കണം. നാം ചുമക്കുന്ന ഭാരത്തെ ദൈവത്തിന് തീർക്കുവാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ ഒരു ആഴം വിളിച്ചു പറയട്ടെ. ജീവിതത്തിനകത്ത് കടഭാരമാണ് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവമുണ്ട്. ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ലോണും കടബാധ്യതയിലുമായി ജീവിതം ഇനി മുമ്പോട്ട് പോകത്തില്ലെന്ന് പറയുന്ന നിലയിൽ കടം വന്ന് ഭാരപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബ ജീവിതം തകർന്ന് ഭാരപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലോകപ്രകാരമുള്ളവർ മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ഭാരം വന്നാൽ അവര് ജീവിതം അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവൻ തിരിച്ചറിയേണ്ടത് 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യമാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ അനാവശ്യമായി ചുമക്കുന്ന ഭാരങ്ങൾ, ജീവിതത്തിനകത്ത് ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന രോഗം, ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന കടഭാരം,
ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന കുടുംബ പ്രശ്നം, തലമുറ വിഷയങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. ആ നിലയിൽ ഭാരപ്പെടുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഈ പ്രഭാതത്തിൽ തീരുമാനമെടുത്താട്ടെ. എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കും, എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും. എനിക്ക് പകരക്കാരനായിട്ടാണ് കർത്താവ് കാൽവരി ക്രൂശിൽ എൻ്റെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ചുമന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കണം. കർത്താവെ, ഞാൻ അങ്ങയുടെ അടിപ്പണരാനുള്ള സൗഖ്യം വിശ്വസിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ പാടുപെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ തയ്യാറാകണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇതാ 2 സഹോദരിമാരെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. മാർത്തയും മറിയും. മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. എന്നാൽ മറിയ വന്ന് ആ പാദപീഠത്തിൽ ആശ്രയിക്കുകയാണ്. പാദപീഠത്തിൽ ഇരിക്കുന്ന മറിയ ആശ്വാസം കണ്ടെത്തുകയാണ്. എന്നാൽ മാർത്തയെ നിങ്ങൾ നോക്കണം. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി ഭാരപ്പെടുകയാണ്. യേശു മാർത്തയോട് പറയുകയാണ്, ഒന്നേ വേണ്ടൂ, ആ നല്ല അംശം തിരഞ്ഞെടുക്കുക, എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഈ പ്രഭാതത്തിൽ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തയ്യാറാകണം. നിങ്ങൾ ചുമക്കുന്ന ഭാരം അത് ലഘുവാണോ, അതോ ചുമക്കാൻ കഴിയാത്ത ഭാരമാണോ, മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവമാണ്? നമ്മൾ ജീവിതത്തിനകത്ത് ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങൾ ചുമക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് കുറയുന്നത് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലേക്ക് വരുന്നത് കാണാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ചുമക്കുന്ന ഭാരത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. ചിലവരുടെ വാക്കുകൾ നമ്മെ ഭാരപ്പെടുത്താം. ഹല്ലേലൂയ. ഏലിയാവിനെ ചൂരച്ചെടിയുടെ കീഴ്വരെയും എത്തിക്കുകയും താൻ കേട്ട വാക്കുകളിൽ ഭയപ്പെട്ട് ഇനി മരിച്ചാൽ മതിയെന്ന് കർത്താവിനോട് പറയുകയും ചെയ്തത് താൻ കേട്ട വാക്കുകളിൽ വെളിപ്പെട്ട ഭാരമാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് പല മേഖലകളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാകാം. നിങ്ങൾ ഇന്ന് പല മേഖലകളിൽ ഇനി എങ്ങനെയെന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആശ്വാസമില്ല എന്ന് പറയുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിലേക്ക് ഇട്ടുകൊള്ളുവിൻ. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എത്രവർ തയ്യാറാകും? ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ആത്മാവിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ചുമക്കുന്ന ആ ഭാരം ദൈവത്തിൽ നിന്ന് വന്നതാണോ, അതോ ശത്രു നിങ്ങളുടെ മേളിൽ വെച്ചിരിക്കുന്നതാണോ? യെശയ്യാവ് 10-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം പറയുന്നു, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന്, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. എന്നെ കേൾക്കുന്നവരെ, ശത്രു നിന്റെ തോളിൽ വെച്ചിരിക്കുന്ന നുകങ്ങളെ, ശത്രു നിന്റെ തോളിൽ വെച്ചിരിക്കുന്ന ഭാരങ്ങളെ ഈ പ്രഭാതത്തിൽ ഇറക്കി വെക്കാൻ കഴിയും. ഹല്ലേലൂയ. നാളുകളായി ചുമന്നുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ രോഗസൗഖ്യം നിങ്ങളെ അവകാശമാകും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴികൾ തുറക്കും. ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്നവരെ, ഓരോ ദിവസവും ദൈവം നടത്തുന്ന അത്ഭുതങ്ങൾ കേൾക്കുന്ന ആളാണ്. ആ നിലയിൽ വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ ഭാരം മാറിയെന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഈ പ്രഭാതം നിങ്ങളുടെ അത്ഭുതത്തിന്റെ പ്രഭാതമാകുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഭവിക്കുന്ന ഭാരങ്ങൾ ഇവരുടെ മേളിൽ നീങ്ങിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ ഇവർ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ സ്പീഡ് വർദ്ധിക്കട്ടെ. ഇവരെ വിടുതലുകൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ പ്രഭാതമാണല്ലോ. ആമേൻ, ആമേൻ. ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മ. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.